സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ND അറേ ഒബ്ജക്റ്റ് കണ്ടു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അറേ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ND അറേ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ ആ ഒബ്ജക്റ്റിന് പല ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പാരാമീറ്റേഴ്സിനെയൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അതിനെ സെറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ND അറേ ഒബ്ജക്റ്റിന് മെയിനായിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ND അറേ ഡോട്ട് NDEM എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. അതായത് നമ്മൾ NDEM എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഓഫ് ND അറേ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന n ഡയമെൻഷണൽ അറേ ഒബ്ജക്റ്റിൻ്റെ നമ്പർ ഓഫ് ഡയമെൻഷൻസ്, എത്ര ഡയമെൻഷൻസ് അറേയാണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ND അറേ ഡോട്ട് NDEM എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സൈസ് അറിയണമെങ്കിൽ നമ്മുടെ ND അറേ ഒബ്ജക്റ്റിൻ്റെ ഓരോ ഡയമെൻഷൻ്റെയും സൈസ് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ND അറേ ഡോട്ട് ഷേപ്പ് എന്ന് പറയുന്ന പാരാമീറ്റർ. ദെൻ അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് അത് അറിയേണ്ടതെങ്കിൽ ND അറേ ഡോട്ട് സൈസ്. അപ്പോൾ ഷേപ്പും സൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡയമെൻഷനിലും ആ അറേ ഒബ്ജക്റ്റിന് എത്ര സൈസാണ് ഉള്ളത്, എത്ര എലമെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് കാണിക്കും. ND അറേ ഡോട്ട് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും കാണിക്കുന്നത്. ദെൻ അതുപോലെ ND അറേ ഡോട്ട് D ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ NumPy അറേ എന്ത് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സിനെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് D ടൈപ്പ് ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഡോട്ട് ഐറ്റം സൈസ് ഉണ്ട്. ഐറ്റം സൈസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ NumPy അറേക്കകത്ത് ഓരോ എലമെൻറ്റിനും എത്ര സൈസ്, ബൈറ്റ്സിൽ എത്ര സൈസാണ് അത് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ഓരോ ND അറേ ഒബ്ജക്റ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ പാരാമീറ്റേഴ്സിനെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നതാണ്, നേരത്തെ പറഞ്ഞ അതേ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ NumPyനെ ഇമ്പോർട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു അറേയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഓരോ ഡയമെൻഷൻസിനെയും നമ്മൾ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ദെൻ ഇവിടെ ഇപ്പം A ഡോട്ട് N ഡയമെൻഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 3. അപ്പോൾ ഇത് 3 ഡയമെൻഷൻ ആണ് എന്നുള്ളത് കാണിച്ചു. ദെൻ ഇതിൻ്റെ സൈസ് A ഡോട്ട് ഷേപ്പ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേനും 2, 2, 3 ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് ഡയമെൻഷനിൽ 2 എണ്ണം, സെക്കൻഡ് ഡയമെൻഷനിൽ 2 എണ്ണം, 3 ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ ഒരു 3D അറേ എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ 3 ആക്സിസുകൾ ഉണ്ടായിരിക്കും, 3 ഡയമെൻഷൻസ്. അപ്പോൾ ഈ ഫസ്റ്റ് ആക്സിസിൽ എത്ര, സെക്കൻഡിൽ എത്ര, തേർഡിൽ എത്ര, ഈ ഒരു രീതിയിലാണ് നമുക്ക് 3 ഡയമെൻഷൻസ് അതിൻ്റെ നമുക്ക് ഷേപ്പ് കിട്ടുന്നത്. ദെൻ A ഡോട്ട് സൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ സൈസായിട്ട് കിട്ടുന്നത്. ദെൻ D ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ *64 ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ ഒരു ടൈപ്പ് കിട്ടി. ദെൻ A ഡോട്ട് ഐറ്റം സൈസ്, ഓരോ ഐറ്റത്തിനും എത്ര സൈസ് എന്നുള്ളത്, ഇവിടെ ഇപ്പോൾ 8 ബൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത്. ദെൻ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ പ്രിൻറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ എലമെൻറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നു. അപ്പോൾ ഓരോ പല ടൈപ്പ് ഓഫ് അറേസിനെയും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ഡയമെൻഷണൽ അറേ ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ ആക്സിസേ ഉള്ളൂ. 2 ഡയമെൻഷണൽ അറേ വരുമ്പോഴത്തേനും റോയും ഉണ്ടാവും, കോളവും ഉണ്ട്, അങ്ങനെ 2 ആക്സിസ് വരും. 3 ഡയമെൻഷണൽ അറേ വരുമ്പോഴത്തേനും റോ ഉണ്ട്, കോളം ഉണ്ട്, അതുപോലെ ഡെപ്ത് വരുന്നുണ്ട്. ഇങ്ങനെ 3 രീതിയിലേക്ക് മാറും. അപ്പോൾ ഓരോന്നിൻ്റെയും ഷേപ്പാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി അതുപോലെ തന്നെ ND അറേ ഒബ്ജക്ട്സിന് വേറെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ എന്താണ്, ഇവിടെ ഇപ്പോൾ ഒരു NP ഡോട്ട് അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4, 5 ആണ് നമ്മൾ അതിൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 ഡയമെൻഷണൽ അറേയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇനി മോർ ദാൻ 1 ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓരോ റോയും, ഓരോ ഡയമെൻഷൻ്റെ റോയും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. അതുപോലെ ഓരോ ഡയമെൻഷനെ സെപ്പറേറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മോർ ദാൻ 1 ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡയമെൻഷണൽ അറേ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ റോ വൈസ് ആയിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി മിനിമം ഡയമെൻഷൻസ്
നമുക്ക് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് അറേ എലമെൻസിനെ കൊടുത്തതിന് ശേഷം അതിനെ n ഡയമെൻഷൻ ഇത്രയും വേണം എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, n ഡയമെൻഷൻ 2 ആയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കും. ദെൻ പിന്നെ ഡി ടൈപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കോംപ്ലക്സ് എന്നുള്ള ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ എലമെൻസിനെ സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇനി അതുപോലെ തന്നെ NumPy'നകത്ത് നമുക്ക് സാധാരണ ഉള്ള പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് വെറൈറ്റി ഓഫ് ഡേറ്റ ടൈപ്സിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് NumPy'യിൽ പ്രൊവിഷനുണ്ട്. അതിൽ പല ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. ബൂളിയൻ ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്, ഇൻറ്റ് സി, ഇൻറ്റ് പി, ഇൻറ്റ് 8, ഇൻറ്റും ഫ്ലോട്ടും ഒക്കെ തന്നെ പല ടൈപ്പ് ഓഫ് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്റ് സി എന്ന് പറയുമ്പോൾ നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്ന അതേ ടൈപ്പ് ഇൻറ്റിജറാണ്. നോർമലി ഇൻറ്റ് 32 ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻറ്റ് 64 ആയിരിക്കാം. ദെൻ അതുപോലെ ഇൻറ്റ് 8 വേണമെങ്കിൽ 8 ബൈറ്റിൻ്റെ വേണമെങ്കിൽ അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. 16 വേണമെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് പറയാം. അതുപോലെ 32 ഉണ്ട്, 64 ഉണ്ട്. അതുപോലെ അൺസൈൻഡ് ഇൻറ്റിജറിൻ്റെ കേസുണ്ട്, 8, 16, അങ്ങനെ ഓരോ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ടിൻ്റെ കേസും അതുപോലെ തന്നെ ഫ്ലോട്ട് 16 ഉണ്ട്, 32 ഉണ്ട്, 64 ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പല വെറൈറ്റി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെമ്മറി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ഇവിടെ NumPy'ക്കകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് NumPy പാക്കേജിനകത്ത് പല രീതിയിൽ അറേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പല ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട്. അപ്പോൾ അതിന് പല പല ഫങ്ഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ ഫങ്ഷൻ നമുക്കിപ്പോൾ 8 രീതിയിലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറേ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ കണ്ട അതേ കേസ് തന്നെ. ഇനി അതുപോലെ എ റേഞ്ച് ഫങ്ഷൻ ഉണ്ട്, ലിൻ സ്പേസ് ഉണ്ട്, ലോഗ് സ്പേസ്, സീറോസ്, വൺസ്, എംറ്റി, ഐ, ഇങ്ങനെ 8 ഫങ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് NumPy യൂസ് ചെയ്ത് അറേ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന അറേ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ യൂസ് ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ഒരു വേരിയബിൾ നെയിമിലേക്ക് np.array അതിനകത്ത് നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോഴത്തേനും നമുക്ക് അതിൻ്റെ വാല്യൂസ് പ്രിൻ്റായിട്ട് കിട്ടുന്നു. ഓക്കെ, അതുപോലെ എ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അറേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് റേഞ്ചിലുള്ള വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അറേ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി അതിനകത്തുള്ള വേരിയബിൾസ് വാല്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എ റേഞ്ച് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു സ്പെസിഫൈഡ് റേഞ്ചിലുള്ള വാല്യൂസിനെ നമുക്ക് അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് സെലക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ എ റേഞ്ച് ഓഫ് അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്: സ്റ്റാർട്ട്, എൻഡ്, സ്റ്റെപ്പ്, ഡി ടൈപ്പ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഏത് റേഞ്ച് മുതൽ ഏത് റേഞ്ച് വരെ, സ്റ്റാർട്ടും എൻഡും പറയണം. എത്ര സ്റ്റെപ്പ് വെച്ചാണ് പോകേണ്ടത്, എത്ര ഇൻ്റർവെല്ലിലാണ് നമുക്ക് ആ വാല്യൂസ് വേണ്ടത്, ദെൻ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ ഇതിനകത്ത് ഒരു എൻഡിങ് എന്ന് പറയുന്ന ഈ എൻഡ് പോർഷൻ്റെ അത് മാത്രമാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഓപ്ഷണലാണ്. ബൈ ഡീഫോൾട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും, സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, ഡേറ്റ ടൈപ്പ് നോർമലി ഇൻറ്റിജറും ആയിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് ബൈ നോർമലി എ റേഞ്ചിൻ്റെ ആർഗ്യുമെൻറ്റ്സ് വരുന്നത്. അതല്ല നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ സ്റ്റാർട്ട് ഈക്വൽ ടു എന്താണെന്ന് പറയാം, എൻഡ് ഈക്വൽ ടു എന്താണെന്ന് പറയാം, സ്റ്റെപ്പ് എന്താണെന്ന് പറയാം, ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ അത് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫയലാണ്. സോ ഇപ്പോൾ ഇവിടെ എ റേഞ്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ NP ഇമ്പോർട്ട് ചെയ്തു. NumPy'നെ NP ആയിട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം എ റേഞ്ച് വെച്ച് 0, 11, 2. അപ്പം സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 0-ലാണ്. സ്റ്റാർട്ടിംഗ് വാല്യൂ 0 മുതൽ 11 വരെ പോകണം. അത് സ്റ്റെപ്പ് ചെയ്യേണ്ടത് 2 വെച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അതാണ് ഇവിടെ ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്: 0, 2, 4, 6, 8, 10. ഓക്കെ, ദെൻ അതുപോലെ എ റേഞ്ച് 50, 121, 4. അപ്പോൾ 50 മുതൽ 121 വരെയുള്ള വാല്യൂസിൽ 4 കൊണ്ട് അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം. അപ്പോൾ 50, 54, 58 ആ റേഞ്ച് അപ് ടു 118 വരെ വന്നിട്ടുണ്ട്. അടുത്തത് NB.A റേഞ്ച് 15. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എൻഡ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ അതിനെ എൻഡായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ 0 മുതൽ 15 വരെയുള്ള വാല്യൂസ് ആയിരിക്കും അതിലേക്ക് എടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എ റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ പൈത്തൺ NumPy അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അറേ ഒബ്ജക്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യിപ്പിക്കാം. അടുത്ത ഫംഗ്ഷനാണ് ലിൻസ്പേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ലീനിയർ സ്റ്റെപ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വൽ സ്റ്റെപ്പിംഗ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എന്ന് പറയുന്നത് ലീനിയർ മോഡലൊന്നുമല്ല, അല്ലാതെയുള്ള രീതിയായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലീനിയർ സ്റ്റെപ്പിംഗ് യൂസ് ചെയ്ത് ലീനിയർ സ്പേസിലുള്ള വാല്യൂസിനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തും ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതും കൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കൊടുക്കുന്ന റേഞ്ചിനകത്ത് നമുക്ക് എത്ര വാല്യൂസ് ആണോ വേണ്ടത് അത്രയും വാല്യൂസ് വരുന്ന രീതിയിൽ അതിൻ്റെ ലീനിയർ സ്റ്റെപ്പിംഗ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പം ലിൻസ്പേസ്, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, എൻഡിങ് ഇൻഡെക്സ്, ദെൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ np.linspaceനകത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് 15 മുതൽ എൻഡിങ് 75 വരെയുള്ള റേഞ്ചാണ് വേണ്ടത്. 15 മുതൽ 75 വരെയുള്ള റേഞ്ചിനകത്ത് 10 വാല്യൂസാണ് എനിക്ക് വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 10 വാല്യൂസ് വരുന്ന രീതിയിൽ അതിൻ്റെ സ്റ്റെപ്പിംഗ് വാല്യൂ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി എടുത്തു. ഓക്കെ, ഇപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത എ റേഞ്ച് ഫംഗ്ഷൻ പോലെ കിട്ടണമെങ്കിൽ എന്താണ് 1 to 10 വാല്യൂസ് 10 നമ്പേഴ്സാണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ലീനിയർ സ്റ്റെപ്പിംഗ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള വാല്യൂസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്, 1 2 3 4. അപ്പോൾ ഇവിടെ ലിൻസ്പേസിനകത്ത് നോർമൽ ബൈ ഡിഫോൾട്ട് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഫ്ലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലിൻസ്പേസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അറേസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് അതുപോലെ തന്നെ ലോഗ് സ്പേസ് ഉണ്ട്. ലോഗ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ലിൻസ്പേസിൻ്റെ കേസിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 എലമെൻറ്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ലോഗ് സ്പേസിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്പേസസിനെ നമ്മൾ ഒരു ലോഗ് ഇൻ്റർവെലിനുള്ളിൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ പറഞ്ഞിരിക്കുന്ന സ്കെയിൽ അനുസരിച്ച് ലോഗ് സ്പേസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ലോഗ് വാല്യൂവിനനുസരിച്ചായിരിക്കും അതിൻ്റെ ലോഗ് സ്പേസ് വരുന്നത്. അപ്പോൾ നമ്മൾ np.logspace 145 ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 5 വാല്യൂസ് 1 to 40 വരെയുള്ള റേഞ്ചിൽ നമുക്കിവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ആ ലോഗ് സ്പേസിൽ ഇവിടെ നമ്പർ ഓഫ് വാല്യൂസ് തന്നെയല്ല, അതിൻ്റെ ലോഗ് സ്പേസ് എത്രയാണോ അതനുസരിച്ചുള്ള 5 വാല്യൂസാണ് ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്ത് 1 2 3 4 5 വാല്യൂസ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സീറോസ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. സീറോസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂസ് എത്ര സൈസിലുള്ള വാല്യൂ വേണമെങ്കിലും അറേ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെ എല്ലാ എലമെൻറ്റ്സിനെയും സീറോസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യിപ്പിക്കാനുള്ള ഫംഗ്ഷനാണ് സീറോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ അപ്പോൾ അതിൻ്റെ സിൻടാക്സ് വരുന്നത് ഇങ്ങനെയാണ്: numpy.zeros ഷേപ്പ് ഡേറ്റ ടൈപ്പ് ഈക്വൽ ടു ഫ്ലോട്ട് ഓർഡർ ഈക്വൽ ടു C. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷേപ്പ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ NumPy 0 അറേയുടെ ഷേപ്പ്, അതായത് ഓരോ ഡയമെൻഷനിലും എത്ര സൈസ് വീതം വരണം എന്നുള്ള ഷേപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനകത്ത് എന്ത് ഡേറ്റ ടൈപ്പാണോ നമുക്ക് വേണ്ടത് ആ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതെന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷണലാണ്. ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഫ്ലോട്ട് 64 ആയിരിക്കും വരുന്നത്. ദെൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോൾട്ട് C ആണ് നമുക്ക് ഓർഡറായിട്ട് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ റോ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റോ മേജർ ഓർഡർ ആണോ കോളം മേജർ ഓർഡർ ആണോ ഇങ്ങനെയുള്ള ആ ഒരു റോ സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഈ C എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വൺസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യണം. ഈ വൺസ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. സീറോസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് വൺസ് വെച്ച് നമ്മുടെ അറേ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ആർഗ്യുമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. ഷേപ്പ് പറഞ്ഞു കൊടുക്കണം, ഡേറ്റ ടൈപ്പ് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഓർഡർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ആയിരിക്കും, അതുപോലെ ഓർഡർ എന്ന് പറയുന്നത് C ആയിരിക്കും വരുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സീറോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേപ്പ് എന്ന് പറയുന്നത് 2,3 കൊടുത്തു. 2 റോയും 3 കോളവുമുള്ള അറേയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർഡർ C ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് 2 റോയും
3 കോളമുള്ള 2 റോ ക്രിയേറ്റ് ചെയ്തു. അതിന് ഓരോന്നിനെയും 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു. ഇവിടെ നമ്മൾ വൺസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഷേപ്പ് 3x3 കൊടുത്തു. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജറായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വൺസ് വെച്ചിട്ട് അതിനെ ഫില്ല് ചെയ്ത് ഒരു 3x3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ MT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടിയുണ്ട്. ഈ MT ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് വാല്യൂസ് ഒന്നും ഇനിഷ്യലൈസ് ചെയ്യാതെ തന്നെ ഒരു അറേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, സോ numpy.mt നമ്മളിവിടെ ഷേപ്പ് പറഞ്ഞു കൊടുക്കണം, ഡേറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡർ നോർമലി C ആയിരിക്കും ഓർഡറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതാണ് 7ാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് MT ഫംഗ്ഷൻ. ദെൻ അതുപോലെ തന്നെ I എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ I ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 2D അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 2D അറേയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം തന്നെ വൺസ് ആയിട്ടും ബാക്കി എലമെൻറ്റ്സിന് 0 ആയിട്ടും സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ I എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് റിട്ടേൺസ് an array where all elements are equal to 0 except for the kth diagonal whose values are equal to 1. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം 1 ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഇത്രയും ആർഗ്യുമെൻറ്റ്സ് ആണ് മെയിൻലി വരുന്നത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ്, എത്ര നമ്പർ ഓഫ് റോസ് ആണ് വേണ്ടത്. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ്. ഇത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ എത്ര റോ ആണോ പറയുന്നത് അത്രയും നമ്പർ ഓഫ് കോളംസ് തന്നെ ക്രിയേറ്റ് ആവും. ദെൻ k എന്ന് പറയുന്നത് ഡയഗണലിൻ്റെ ഇൻഡെക്സ് ആണ്. അപ്പോൾ 0 റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിനെയാണ് നമ്മൾ 0 വെച്ച് റെഫർ ചെയ്യുന്നത്. പോസിറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അത് അപ്പർ ഡയഗണലിനെ റെഫർ ചെയ്യും. നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ അത് ലോവർ ഡയഗണലിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ ഡി ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ഒബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാം, ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതുപോലെ തന്നെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് റോ മേജർ ഓർഡർ ആണോ കോളം മേജർ ഓർഡർ ആണോ മെമ്മറിയിൽ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ I ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്. ഐയുടെ ഇതിൽ ഫസ്റ്റ് നമ്മൾ 3 കൊടുത്തിരിക്കുന്നു, 330 ആണ് അതിൻ്റെ ഷേപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജറായിട്ട് കൊടുത്തിരിക്കുന്നു. ഓർഡർ എന്ന് പറയുന്നത് C ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. സോ അപ്പം ഡയഗണൽ എലമെൻറ്റ്സ് ഇവിടെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടെ സെക്കൻഡ് എലമെൻറ്റും ഇവിടെ തേർഡ്, ഡയഗണൽ എലമെൻറ്റ്സിനെ 1 ആക്കിയിട്ട് ബാക്കി എല്ലാ എലമെൻറ്റ്സിനെയും 0 ആയിട്ടുള്ള അറേയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 8 ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് NumPy അറേ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം. മെയിനായിട്ട് നിങ്ങൾ ശരിക്കും ഓർത്തിരിക്കുക, ഇൻ കേസ് തിയറി ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ഫങ്ഷൻസ് ആയിട്ട് തന്നെ എഴുതി ഇതുപോലെ ഓരോ എക്സാമ്പിൾസ് വെച്ച് ഓരോ ഫങ്ഷന് എക്സാമ്പിൾ സഹിതം ഔട്ട്പുട്ട് ഉൾപ്പെടെ എഴുതി വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാനുള്ളത്. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ 8 ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ 8 രീതിയിൽ നമുക്ക് അറേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഫങ്ഷനും ഓരോ പ്രത്യേകതയുണ്ട്, അതിന് ഡിഫറെൻറ്റ് സിൻറ്റാക്സ് ഉണ്ട്. ആ സിൻറ്റാക്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഫറൻസ്, ഓരോന്നും എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. ദെൻ അതിൽ ഒരു എക്സാമ്പിൾ കാണിക്കുക, ആ എക്സാമ്പിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്താണോ വരുന്നത് ആ ഔട്ട്പുട്ടും കാണിക്കുക. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ എക്സാമിന് എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള നമുക്ക് NumPy യൂസ് ചെയ്യാം അറേസിൻ്റെ മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.